ഹായ് നമസ്കാരം. ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് LGS മെയിനായിട്ട് നമ്മളെ ഫ്രണ്ടിൽ ഇപ്പോൾ ഈ 2 എക്സാമുകളാണുള്ളത്. അപ്പോൾ ഈ 2 എക്സാം എഴുതുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ LD ക്ലർക്കിനേക്കാളൊക്കെ കുറച്ച് നല്ല രീതിയിൽ നോക്കേണ്ട 2 എക്സാമുകളാണ് ഏതൊക്കെ? ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും അതേപോലെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നത്. കുറച്ച് കടുപ്പിച്ച മത്സരം ഉണ്ടാവുന്നതാണ്. അതുപോലെ നല്ല രീതിയിൽ പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു റിവിഷൻ സീരീസ് ആരംഭിക്കാൻ തുടങ്ങുകയാണ്. അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞ ആൾക്കാരൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക. ഒരു 52 ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ ഈ വീഡിയോയിൽ. ഈ 52 ക്വസ്റ്റ്യനും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലാട്ടോ. അതായത് ഡിഗ്രി ലെവൽ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് LGS ചെയ്യുന്ന ആളുകൾക്കും ഉപകാരമാകുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ്, എന്തായാലും ഉപകാരപ്പെടും നിങ്ങൾക്ക്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. ഒന്ന്, ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നത് പെട്രിക് ലോറൻസ് ആണ്. 2, ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നത് 1945 വേവൽ പ്ലാനിലൂടെയാണ്. 3, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ ഈ 3 പ്രസ്താവനയിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ പ്രസ്താവന എന്താ? ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നത് പെട്രിക് ലോറൻസ് ആണ്. ആണോ? ക്യാബിനറ്റ് മിഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 3 അംഗങ്ങളാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത് അല്ലേ? ആരൊക്കെയായിരുന്നു? AV അലക്സാണ്ടർ, പെട്രിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സ് അല്ലേ? ഈ 3 പേരടങ്ങിയ സംഘമാണ് ഇത് ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ടത്. അതിന്റെ ചെയർമാൻ സ്ഥാനം ആരാ വഹിച്ചിരുന്നത്? പെട്രിക് ലോറൻസ് തന്നെയായിരുന്നു കേട്ടോ. പെട്രിക് ലോറൻസ് തന്നെയാണ്. ഇനി ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നത് 1945 വേവൽ പ്ലാനിലൂടെയാണ്. അതും എന്താണ്? ശരിയാണ്. മൂന്നാമത്തത്, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആണോ? ഇത് തെറ്റാണ്. ഏത് പാർട്ടി ആദ്യമായിട്ട് ഇന്ത്യക്കൊരു ഭരണഘടന രൂപീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല. ഏതാ? സ്വരാജ് പാർട്ടിയാട്ടോ. ഏതാ? സ്വരാജ് പാർട്ടിയാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമേ ഇതിൽ ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഭരണഘടനയിൽ 1950 ജനുവരി 24 എന്ന തീയതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്ന് കണ്ടെത്തുക. അതായത് 1950 ജനുവരി 24 ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? 1, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത്. ഇതിലേതാണ് 50 ജനുവരി 24 ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണെന്നുള്ളത് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ ഡി ആട്ടോ. ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നല്ല, 50 ജനുവരി 24 അല്ല. എന്നായിരുന്നു? 1947 ജൂലൈ 22. ഡേറ്റ് ഓർത്തു വെച്ചോളൂ. 1947 ജൂലൈ 22 എന്ത് ചെയ്യുന്നത്? പതാകയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കുന്നത്. അപ്പോൾ ജനുവരി 24 എന്തൊക്കെയുള്ളത്? 1950 ജനുവരി 24 ദേശീയ ഗീതത്തെ അംഗീകരിക്കുന്നത്, ദേശീയ ഗാനത്തെ അംഗീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനം നടന്നതും എന്ന 50 ജനുവരി 24 ദേശീയ പതാക സ്വീകരിക്കുന്ന 47 ജൂലൈ 22. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും പഴക്കം ചെന്നതാണ് അമേരിക്കൻ ഭരണഘടന. 2, അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രയേൽ. 3, ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 4, ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത് നോക്കാം. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും പഴക്കം ചെന്നതാണ് ഏത്? അമേരിക്കൻ ഭരണഘടന. ശരിയാണോ? ശരിയാണ്. ലിഖിത ഭരണഘടനയിൽ ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയാണ് ഏത്? അമേരിക്കൻ ഭരണഘടന. ഇനി അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങളാണ് ഏതൊക്കെ? ബ്രിട്ടനും ഇസ്രയേലും. അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങളാണ് ഏതൊക്കെ? ബ്രിട്ടനും ഇസ്രയേലും. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്.
ജെയിംസ് മാഡിസൺ തന്നെയാണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഈ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ചോദിച്ചാൽ ഏതാ? ഗ്രീസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാ? ഗ്രീസ് ആണ്. അപ്പൊ എന്താ 4 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്താണ്? ശരിയാണ്. ഇനി 4ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാന്ന് കണ്ടെത്തുക. ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ എന്താ? 1990 നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ടിന് കീഴിൽ 1992 ജനുവരി 31 നിലവിൽ വന്നു. 2, ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. 3, ദേശീയ വനിതാ കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പഠിക്കുക. ഒന്നാമത്തെ എന്താ? 1990 നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ടിന് കീഴിൽ 1992 ജനുവരി 31 ഏത് നിലവിൽ വരുന്നത്? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 5 എന്നുള്ളത് ഒരു നോക്കിന് ശരിയാണ്. പക്ഷേ അംഗങ്ങള് ചെയർമാനെ കൂടാതെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാ? 5+1 ആട്ടോ. 5+1 ആണ് അംഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ ചോദിച്ചാൽ എത്രയാ? 5+1 ആണ്. അപ്പം 1990 നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ടിന് കീഴിലാണ് ഏത് നിലവിൽ വരുന്നത്? പിന്നെ നാഷണൽ വനിതാ കമ്മീഷൻ അല്ലെ, നാഷണൽ വുമൻ കമ്മീഷൻ നിലവിൽ വരുന്നത് ഏതാ വർഷം? 1992 ജനുവരി 31 അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? കേന്ദ്ര ഗവൺമെന്റ് ആണ്. എത്ര അംഗങ്ങളുണ്ട്? 6 അംഗങ്ങളുണ്ട്. 5 അംഗങ്ങളും ഒരു ചെയർമാനുമാണുള്ളത്. ഇനി രാഷ്ട്രപതിക്കുള്ള വീറ്റോ അധികാരങ്ങൾ ഏതൊക്കെയാണ്? രാഷ്ട്രപതിക്കുള്ള വീറ്റോ അധികാരങ്ങൾ ഏതൊക്കെയാ? അബ്സല്യൂട്ട് വീറ്റോ ഉണ്ട്, സസ്പെൻസീവ് വീറ്റോ ഉണ്ട്, പോക്കറ്റ് വീറ്റോ ഉണ്ട്. ഇതിൽ ഏതൊക്കെയാ രാഷ്ട്രപതിക്കുള്ള അധികാരം? വീറ്റോ എന്ന് പറയുന്നത് ഇത് 3 എന്താണ്? നമ്മുടെ രാഷ്ട്രപതിക്കുള്ള അധികാരങ്ങളാണ്. പിന്നെ വീറ്റോ അധികാരങ്ങളാണ്. ഏതൊക്കെയാ? അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ. ഇനി ചുവടെ നൽകിയിരിക്കുന്ന അന്ത്യവിശ്രമ സ്ഥലങ്ങളെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഏതാ? ഒന്നാമത്തെ എന്താ? ജഗ്ജീവൻ റാം ഉണ്ട്, ഗുൽസാരിലാൽ നന്ദയുണ്ട്, ചന്ദ്രശേഖർ ആസാദ് ഉണ്ട്, ശങ്കർ ദയാൽ ശർമ്മയുണ്ട്. ഇപ്പുറത്ത് ഏതൊക്കെയുള്ള? സമതാ സ്ഥൽ, നാരായൺഘട്ട്, ജനനായക് സ്ഥൽ, കർമ്മഭൂമി. അപ്പോൾ ഏതൊക്കെയാ? ഒന്നാമത്തെ എന്താ? ജഗ്ജീവൻ റാം. എവിടെയാ ജഗ്ജീവൻ റാം? സമതാ സ്ഥൽ തന്നെയാട്ടോ. എവിടെയാ? സമതാ സ്ഥലാണ്. ഇനി ഗുൽസാരിലാൽ നന്ദയാണെങ്കിൽ നാരായണൻ ഘട്ടാണ്. ചന്ദ്രശേഖർ ആണെങ്കിൽ എവിടെയാ? ജനനായക് സ്ഥൽ തന്നെയാണ്. ശങ്കർ ദയാൽ ശർമ്മ എവിടെയാ? കർമ്മഭൂമിയാണ്. അപ്പൊ നേരെ തന്നെയാണ്. അപ്പോൾ ജഗ്ജീവൻ റാം സമതാ സ്ഥല്, ഗുൽസാരിലാൽ നന്ദ നാരായൺഘട്ട്, ചന്ദ്രശേഖർ എവിടെയാ? ജനനായക് സ്ഥല്, ശങ്കർ ദയാൽ ശർമ്മ കർമ്മഭൂമി. ഇവര് നമ്മുടെ പ്രധാനമന്ത്രിമാരും അവര് അന്ത്യവിശ്രമ സ്ഥലങ്ങളുമാണ്. പഠിച്ചു വെച്ചാൽ ഉപകാരപ്പെടും. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരി അല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1, പൊതു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. വധിക്കപ്പെട്ട ആദ്യത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാജീവ് ഗാന്ധി. ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നത് മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള പുസ്തകമാണ്. അപ്പൊ ഇതിലേതൊക്കെയാണ് ശരിയല്ലാത്തത് അല്ലെ? 4 ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് കണ്ടുപിടിക്കണം. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാ ഇതില്? പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ഇന്ദിരാഗാന്ധി. ശരിയാണ്. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. തെറ്റാണ്. ആരാ? ഇന്ദിരാഗാന്ധി അല്ലെ? പ്രിവി പേഴ്സ് നിർത്തലാക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാ? ഇന്ദിരാഗാന്ധിയാണ്. ഇനി വധിക്കപ്പെട്ട ആദ്യത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ ആരാ? രാജീവ് ഗാന്ധി. വധിക്കപ്പെട്ട ആദ്യത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാജീവ് ഗാന്ധി. ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നത് ആരെ കുറിച്ചുള്ള പുസ്തക? മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള പുസ്തകമാണ് ഇത് ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോ 1, 3, 4 ശരിയാണ്, 2 തെറ്റാണ്. ആരാ പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്? ഇന്ദിരാഗാന്ധിയാണ്. ഇനി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. 1, ഇന്ത്യയുടെ 15ാമത്തെ പ്രധാനമന്ത്രി. 2, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ശേഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ്. 19ാം ലോക്സഭയിലേക്ക് ഇദ്ദേഹം മത്സരിച്ചത് അലഹബാദിൽ നിന്നാണ്. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച 3ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് കണ്ടെത്തുക. ഇന്ത്യയുടെ 15ാമത്തെ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ശേഷം പ്രധാനമന്ത്രി ആദ്യത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി.
19ാം ലോക്സഭയിലേക്ക് ഇദ്ദേഹം മത്സരിച്ചത് അലഹബാദ് തെറ്റാണ്. ഇവിടുന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാ? വാരണാസി ആട്ടോ. നരേന്ദ്രമോദിയുടെ മണ്ഡലം ചോദിക്കാം ഏതാ? ഉത്തർപ്രദേശിലെ വാരണാസിയാണ്. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച 3ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി തെറ്റാണ്. 2ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ശരിയായത് ഏതൊക്കെയുള്ളൂ? 1ഉം 2ഉം മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ മണ്ഡലം ഓർത്ത് നോക്കുക, ഉത്തർപ്രദേശിലെ വാരണാസിയാണ്. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, സിഖ് മതത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ ഏക വ്യക്തിയാണ്. ഇദ്ദേഹം ലോക്സഭയിലേക്ക് 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1 സിഖ് മതത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? മൻമോഹൻ സിംഗ് ശരിയാണ്. 2, ലോക്സഭ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രി പദവിയിലെത്തിയ ഏക വ്യക്തിയാണ് മൻമോഹൻ സിംഗ് ശരിയാണ്. ഇദ്ദേഹം ലോക്സഭയിലേക്ക് 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തെറ്റാണ്. ഇദ്ദേഹം 1 തവണ പോലും എന്തായിട്ടില്ല? ലോക്സഭയിൽ അംഗമായിട്ടില്ല. ലോക്സഭയിൽ അംഗമാകാതെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? മൻമോഹൻ സിംഗ്. ഇദ്ദേഹം രാജ്യസഭയിൽ നോമിനേറ്റഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് എലക്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം പ്രധാനമന്ത്രിയായത് 1 തവണ പോലും എന്തായിട്ടില്ല? ലോക്സഭയിൽ അംഗമായിട്ടില്ല. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് ആര് തന്നെയാണ് പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ് അല്ലേ? 2005 വിവരാവകാശം. ആ സമയത്ത് ആരാ നമ്മുടെ പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ പഠിച്ചു വെച്ചോ, സിഖ് മതത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ പദവിയിലെത്തിയ ഏക വ്യക്തിയാണ്. ഒരിക്കലും എന്തായിട്ടില്ല? ഇദ്ദേഹം ലോക്സഭയിൽ അംഗമായിട്ടില്ല. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ചോദിച്ചാലും ആരാ? മൻമോഹൻ സിംഗ് ആണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ: 1, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. കർണാടക മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് HD ദേവഗൌഡ. മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. റഷ്യയിൽ അംബാസിഡറായ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് IK ഗുജ്റാൾ. അപ്പൊ 4 പ്രസ്താവനയുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ എന്താ? ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? PV നരസിംഹറാവു ശരിയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആര്? PV നരസിംഹറാവു. കർണാടക മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? HD ദേവഗൌഡ. കർണാടക മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? HD ദേവഗൌഡ. ഇനി മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ആരാറിയോ? മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരാ? HD ദേവഗൌഡ തന്നെയാട്ടോ. ആരാ? HD ദേവഗൌഡയാണ്. ചരൺ സിംഗ് അല്ല, HD ദേവഗൌഡയാണ് മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇനി റഷ്യയിൽ അംബാസിഡറായ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? IK ഗുജ്റാൾ ശരിയാണ്. അപ്പൊ പഠിച്ചു വെച്ചോ, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. കർണാടക മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് HD ദേവഗൌഡ. മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി കൂടിയാണ് ആര്? HD ദേവഗൌഡ. റഷ്യയിൽ അംബാസഡറായ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? IK ഗുജ്റാൾ. ഇനി അടൽ ബിഹാരി വാജ്പേയിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അടൽ ബിഹാരി വാജ്പേയി, AB വാജ്പേയിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, ഒന്നിൽ കൂടുതൽ തവണ അധികാരത്തിലെത്തിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. 2, അവിവാഹിതനായ ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി. 3, ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് AB വാജ്പേയി. ഇദ്ദേഹത്തിന്റെ ജന്മദിനം സദ്ഭരണ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പം AB വാജ്പേയിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് പറഞ്ഞിട്ട്. ഒന്നിൽ കൂടുതൽ തവണ അധികാരത്തിലെത്തിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ശരിയാണ്. ഏക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ആരാ? നരേന്ദ്രമോദി 3ാമത്തെ ടേൺ ആരംഭിച്ചിട്ടുണ്ട് അല്ലെ? അപ്പം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഏത് ശരിയാവുള്ളൂ? ഒന്നിൽ കൂടുതൽ തവണ അധികാരത്തിലെത്തിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് ആര്? AB വാജ്പേയി. ഏക എന്ന് പറയാൻ കഴിയില്ല. എന്താ? നരേന്ദ്രമോദി എത്ര തവണയായി? ഇപ്പം 3ാമത്തെ ടേൺ ആരംഭിച്ചു അല്ലെ? അപ്പൊ രണ്ടാമത്തത് അവിവാഹിതനായ ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? AB വാജ്പേയി. അവിവാഹിതനായ ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? AB വാജ്പേയി. ഇനി ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ചോദിച്ചാലും ആരാ?
AB വാജ്പേയി ആട്ടോ ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? AB വാജ്പേയി ആണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനം എന്തായിട്ട് ആചരിക്കുന്നുണ്ട്? സദ്ഭരണ ദിനമായിട്ട് ആചരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മദിനം സദ്ഭരണ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ 4 പ്രസ്താവനകളും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി 12ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകള്: 1. രാജീവ് ഗാന്ധി വധത്തിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ നിയമിതനായ കമ്മിറ്റിയാണ് ജെയിൻ കമ്മിറ്റി. 2. ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. താഷ്കന്റ് കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 3 പ്രസ്താവനയാണുള്ളത്. ഈ 3 ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? രാജീവ് ഗാന്ധി വധത്തിലെ ഗൂഢാലോചന അന്വേഷിച്ച കമ്മീഷൻ ഏതാ? ജെയിൻ കമ്മിറ്റി ശരിയാണ്. ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാ? ഇന്ദിരാഗാന്ധി തന്നെയാണ്. താഷ്കന്റ് കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു ആണോ? അല്ല. ആരായിരുന്നു താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? 1966 താഷ്കന്റ് കരാറിൽ ഒപ്പിടുന്നത് അല്ലെ? ആരാ അന്ന് പ്രധാനമന്ത്രി? ലാൽ ബഹദൂർ ശാസ്ത്രി ട്ടോ. താഷ്കന്റ് കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാ? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1966 എന്ത് ചെയ്യുന്നത്? താഷ്കന്റ് കരാർ ഒപ്പുവെക്കുന്നത്. അപ്പോൾ രാജീവ് ഗാന്ധി വധത്തിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിയമിതനായ കമ്മിറ്റിയാണ് ഇത് ജെയിൻ കമ്മിറ്റി. ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആര്? ഇന്ദിരാഗാന്ധി. താഷ്കന്റ് കരാറുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇനി PV നരസിംഹറാവുവിനെ സംബന്ധിക്കുന്ന ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. പാർലമെന്റ് അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് PV. ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് PV നരസിംഹറാവു. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് കണ്ടുപിടിക്കാം. ഇതിലേതൊക്കെയാ ശരിയായത്? 1. പാർലമെന്റ് അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് PVR. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്നത് PVR ആണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് PVR. അത് തെറ്റാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? PVR നരസിംഹറാവു. അത് ബാക്കിയൊക്കെ എന്താണ്? ശരിയാണ്. അപ്പൊ 3 മാത്രമേ തെറ്റുള്ളൂ. പാർലമെന്റിൽ അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് ആര്? PVR. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്നത് PVR ആണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് ആര്? PVR നരസിംഹറാവു. ഇനി തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനയുണ്ട്. 4 പ്രസ്താവനയിൽ ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് കണ്ടെത്തുക. തെറ്റാണ് വേണ്ടത്. കൂറുമാറ്റ നിരോധന നിയമം പാസാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. കൂറുമാറ്റ നിരോധന നിയമം പാസാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ശരിയാണോ? ശരിയാണ്. പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ വിശ്രമ സ്ഥലം നാരായണൻ ഘട്ടാണ്. ഒരു പ്രധാനമന്ത്രിക്ക് എന്ത് കിട്ടിയിട്ടുള്ളൂ? ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്നയും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള നിഷാനി പാകിസ്ഥാൻ ലഭിച്ച ഏക പ്രധാനമന്ത്രിയാണ് ആര്? മൊറാർജി ദേശായി. മൊറാർജി ദേശായിയുടെ വിശ്രമ സ്ഥലം എവിടെയാ? അബൈഘട്ട് കേട്ടോ. നാരായൺ ഘട്ടല്ല, അബൈഘട്ടാണ്. അപ്പൊ ഇത് തെറ്റാണ്. ഇനി ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ബാങ്ക് ദേശസാൽക്കരണത്തിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി ആരാ? ഇന്ദിരാഗാന്ധിയാണ്. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ 1, 3, 4 ശരിയാണ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? തെറ്റായ പ്രസ്താവന ഏത് മാത്രമേ ഉള്ളൂ? 2ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റുള്ളൂ അല്ലെ? ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ഇന്ത്യൻ ധനകാര്യ മന്ത്രിയാണ് മൊറാർജി ദേശായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ഇന്ത്യൻ ധനകാര്യ മന്ത്രി മൊറാർജി ദേശായി ആണോ? അല്ലെങ്കിൽ നിർമ്മല സീതാരാമനാണോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ഇന്ത്യൻ ധനകാര്യ മന്ത്രി ചോദിച്ചാൽ ആരാ? മൊറാർജി ദേശായി തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചിട്ട് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചതാണ് ആര്? നിർമ്മല സീതാരാമൻ. അത് 8 ബജറ്റുകളെ ആയിട്ടുള്ളൂ. നമ്മുടെ മൊറാർജി ദേശായി എത്ര എണ്ണം അവതരിപ്പിച്ചിട്ടുണ്ട്? 10 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണേ. ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ഇന്ത്യൻ ധനകാര്യ മന്ത്രി ചോദിച്ചാലും ഇപ്പോഴും ആര് തന്നെയാ? മൊറാർജി ദേശായി തന്നെയാണ്. ഇനി തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് നിർമ്മല സീതാരാമനാണ്. 8 ബജറ്റ്. മൊറാർജി ദേശായി എത്രയാ? 10 ബജറ്റാണ് മൊത്തം അവതരിപ്പിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് ആര് തന്നെയാ? മൊറാർജി ദേശായി തന്നെയാണ്. ഇനി ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ദേശീയ പുനരർപ്പണ ദിനമായി
ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ദേശീയ പുനരർപ്പണ ദിനമായിട്ട് ആചരിക്കുന്നു. ശരിയാണ്. പിന്നെന്താ, വോട്ടിംഗ് പ്രായം 18 കുറച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആണോ? വോട്ടിംഗ് പ്രായം 18 കുറച്ച് പ്രധാനമന്ത്രി ആരാ? രാജീവ് ഗാന്ധി തന്നെയാണ്. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പോൾ നാലാമത്തെ പ്രസ്താവന എന്താ? തെറ്റാണ്. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ഇന്ത്യൻ ധനകാര്യമന്ത്രി ചോദിച്ചാൽ ആരാ? മൊറാർജി ദേശായി ആണ്. ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ പുനരർപ്പണ ദിനമായിട്ട് ആചരിക്കുന്നു. വോട്ടിംഗ് പ്രായം 18 കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? രാജീവ് ഗാന്ധിയാണ്. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ഇന്ത്യൻ ധനകാര്യമന്ത്രിയാണ് മൊറാർജി ദേശായി. ഇത് നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ. 17ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖരനെ കുറിച്ചുള്ള ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവ തുർക്കി എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് മേരി ജയിൽ ഡയറി. ചെങ്കോട്ടയിൽ പതാക ഉയർത്താൻ ഭാഗ്യം കിട്ടാതെ പോയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. മികച്ച പാർലമെന്ററിയനുള്ള അവാർഡ് ആദ്യമായിട്ട് നേടിയ വ്യക്തിയാണ് ചന്ദ്രശേഖർ. ഇതിൽ ഏതൊക്കെയാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖരനെ കുറിച്ച് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്തണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവ തുർക്കി എന്നറിയപ്പെടുന്ന ആരാ? യുവ തുർക്കി ആരാ? ചന്ദ്രശേഖർ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇത് മേരി ജയിൽ ഡയറി. ഏതാ? മേരി ജയിൽ ഡയറി. ചെങ്കോട്ടയിൽ പതാക ഉയർത്താൻ ഭാഗ്യം കിട്ടാതെ പോയ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ആര്? ചന്ദ്രശേഖർ. മികച്ച പാർലമെന്ററിയനുള്ള അവാർഡ് ആദ്യമായിട്ട് നേടിയ വ്യക്തി കൂടിയാണ് ആര്? ചന്ദ്രശേഖർ. 4 പ്രസ്താവനകളും ശരിയാണ്. പഠിച്ചു. ഇനി തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ എന്താ? രാജ്ഘട്ടിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. രാജ്ഘട്ടിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ദിരാഗാന്ധി ആരംഭിച്ച സംഘടനയാണ് വാനരസേന. സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ദിരാഗാന്ധി ആരംഭിച്ച സംഘടനയാണ് ഇത്? വാനരസേന. ഓർത്തു, കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ആരംഭിച്ചതായിരുന്നു ഇത് വാനരസേന. ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി രാജീവ് ഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി രാജീവ് ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? മൊറാർജി ദേശായി തന്നെ കേട്ടോ. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? മൊറാർജി ദേശായിയാണ്. 4 പ്രസ്താവനകളും ശരിയാണ്. പഠിച്ചു വെക്കുക. രാജ്ഘട്ടിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? മൊറാർജി ദേശായി. ഇന്ദിരാഗാന്ധി ആരംഭിച്ച സംഘടന ഏത് കാലത്ത്? സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ദിരാഗാന്ധി ആരംഭിച്ച സംഘടനയാണ് ഇത്? വാനരസേന എന്ന് പറയുന്നത്. വർമ്മ കമ്മിറ്റി, ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? രാജീവ് ഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിശ്വാസത്തെ എന്നുള്ളത് നിങ്ങൾ അവിശ്വാസ പ്രമേയത്തെ എന്ന് പറഞ്ഞു കേട്ടോ. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? മൊറാർജി ദേശായി. ഇനി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ എന്താ? ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ബൊഫേഴ്സ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ ചരമദിനം ഭീകരവാദ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു. വ്യക്തി ആരാന്ന് ആദ്യം മനസ്സിലാണ്, എന്നാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അല്ലേ. ആരാ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി അല്ലേ. അപ്പൊ രാജീവ് ഗാന്ധിയെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാ ശരി എന്നുള്ളത് കണ്ടെത്തിയാൽ മതി. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാ? രാജീവ് ഗാന്ധിയാണ്. ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ബഫേഴ്സ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? രാജീവ് ഗാന്ധി. ഇദ്ദേഹത്തിന്റെ ചരമദിനം എന്തായിട്ട് ആചരിക്കുന്നുണ്ട്? ഭീകര വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. 4 പ്രസ്താവനകളും ശരിയാണ്. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ജവഹർലാൽ നെഹ്റു എവിടെയാ? ജവഹർലാൽ നെഹ്റു എവിടെയാ? ഓപ്ഷൻ ജവഹർലാൽ നെഹ്റു അല്ലേ, ശാന്തിവൻ അല്ലേ. ജവഹർലാൽ നെഹ്റു എവിടെയാ? ശാന്തിവനമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ആണെങ്കിൽ വിജയ്ഘട്ട്. ഇന്ദിരാഗാന്ധി ആണെങ്കിൽ ശക്തിസ്ഥലാണ്. മൊറാർജി ദേശായി എവിടെയാ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അഭയ്ഘട്ടാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാ? ശാന്തിവനമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ആണെങ്കിൽ വിജയ്ഘട്ട്, ഇന്ദിരാഗാന്ധി ശക്തിസ്ഥല്, മൊറാർജി ദേശായി അഭയ്ഘട്ട്.
ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ചരൺ സിംഗിനെ സംബന്ധിക്കുന്ന ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുക്കുക. ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ന്യൂനപക്ഷ ഗവൺമെന്റിനെ നയിക്കേണ്ടി വന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ചരൺ സിംഗിന്റെ ജന്മദിനം കർഷക ദിനമായിട്ട് ആചരിക്കുന്നു. പാർലമെന്റിനെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്നത് ആരാ? ചരൺ സിംഗ് തന്നെയാണ്. ന്യൂനപക്ഷ ഗവൺമെന്റ്, അതായത് ഭൂരിപക്ഷം കുറവുള്ള ഗവൺമെന്റിനെ നയിക്കേണ്ടി വന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ചരൺ സിംഗ്. ചരൺ സിംഗിന്റെ ജന്മദിനം ഡിസംബർ 23 എന്തായിട്ട് ആചരിക്കുന്നു? കർഷക ദിനമായിട്ട് ആചരിക്കുന്നു. പാർലമെന്റിൽ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ചരൺ സിംഗ്. എല്ലാ പ്രസ്താവനകളും പഠിച്ചോ? ശരിയാണ്. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മൊറാർജി ദേശായിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നെന്താ? ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിയായിരുന്ന വ്യക്തി കൂടിയാണ് ആര്? മൊറാർജി ദേശായി. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാ? രാജീവ് ഗാന്ധിയാണ്. മണ്ഡൽ കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? മൊറാർജി ദേശായി. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജിയാണ്. ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് മൊറാർജി ദേശായി. മണ്ഡൽ കമ്മീഷനെ നിയമിച്ചത് ആരാ? മൊറാർജി ദേശായി ആണ്. ഇനി ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ്. രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ആര്? ഇന്ദിരാഗാന്ധി. കോടതി അലക്ഷ്യം നേരിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. കോടതി അലക്ഷ്യം നേരിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ഇന്ദിരാഗാന്ധി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ഇന്ദിരാഗാന്ധിയാണ്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതും ആര് തന്നെയാ? ഇന്ദിരാഗാന്ധിയാണ്. രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ആര്? ഇന്ദിരാഗാന്ധി. കോടതി അലക്ഷ്യം നേരിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടപ്പിലാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ഒക്കെ ആരാ? ഇന്ദിരാഗാന്ധിയാണ്. ഇനി ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒന്നാമത്തത് സമാധാനത്തിന്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. സമാധാനത്തിന്റെ ആൾരൂപം എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ദിരാഗാന്ധിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാ? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ ആരാ? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനം ആഘോഷിക്കുന്ന ദേശീയ നേതാവ് കൂടിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഒക്ടോബർ 2 ജന്മദിനമാണ് ആരുടെ? ഗാന്ധിജിയുടെ. കൂടെ ആരതുണ്ട്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതുമുണ്ട്. ഇനി ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. തെറ്റാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലെ വാരണാസി. ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇന്ത്യൻ ഉപരാഷ്ട്രപതിക്ക് മുൻപിലാണ്. ആണോ? തെറ്റ്. ഇന്ത്യൻ രാഷ്ട്രപതി ആരുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? രാഷ്ട്രപതിക്ക് മുമ്പിലാണ്. പ്രധാനമന്ത്രി രാജിവെച്ചാൽ അത് മന്ത്രിസഭയുടെ കൂടി രാജിയാണ്. ശരിയാണ്. പ്രധാനമന്ത്രി രാജിവെച്ചാൽ മന്ത്രിസഭ പോവും. ലോക്സഭയിൽ അവിശ്വാസം പാസ്സായാൽ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വരും. ശരിയാണ്. പ്രധാനമന്ത്രി ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്രധാനമന്ത്രി രാജിവെക്കണം. മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 10% കവിയാൻ പാടില്ല. അങ്ങനെയാണോ? തെറ്റാണ്. എത്രയാ? 15% കവിയാൻ പാടില്ല. 91ാമത്തെ ഭേദഗതി പ്രകാരം ആകെ അംഗങ്ങളുടെ, ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ ഏതൊക്കെയാ ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാ? 2ഉം 3ഉമാണ് ശരി. തെറ്റായത് ഏതൊക്കെയാ? 1ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ പ്രധാനമന്ത്രി ആരുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? രാഷ്ട്രപതിയുടെ മുമ്പിലാണ് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി പ്രധാനമന്ത്രി രാജിവെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് മന്ത്രിസഭയുടെ കൂടി രാജിയാണ്. ലോക്സഭയിൽ അവിശ്വാസം പാസ്സായി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്ത് ചെയ്യേണ്ടി വരും? രാജിവെക്കേണ്ടി വരും. ആകെ മന്ത്രിസഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. ഇനി തന്നിരിക്കുന്നതിൽ ചില വകുപ്പുകളിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ പ്രത്യേക അധികാര പരിധിയിൽ വരുന്നവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്ന ചില വകുപ്പുകളിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ പ്രത്യേക അധികാര പരിധിയിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാ? 1. ക്യാബിനറ്റ് കമ്മിറ്റി നിയമനം. ക്യാബിനറ്റിലെ കമ്മിറ്റി നിയമനം ആരുടെ അധികാര? പ്രധാനമന്ത്രിയുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. പൊതുപരാതി പരിഹാരം, പെൻഷൻ, ആണവോർജം, ബഹിരാകാശം ഇതൊക്കെ എന്താണ്?
പിന്നെ പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായിട്ട് അധികാരത്തിൽ വരുന്നതാണ് ഏതൊക്കെ? ക്യാബിനറ്റ് കമ്മിറ്റി നിയമനം, പൊതുപരാതി പരിഹാരം, പെൻഷന്, ആണവോർജം, ബഹിരാകാശം എന്നിവ. ഇനി തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്? ക്യാബിനറ്റ് മന്ത്രിമാരെ നിയമിക്കുന്നത്. രണ്ടാമത്തത് അത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ അത് അല്ലെ? പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി ക്യാബിനറ്റ് മന്ത്രിമാരെ നിയമിക്കുന്നത്. പിന്നെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ രാഷ്ട്രപതിയാണ്. തെറ്റാണ്. ആരാ? പ്രധാനമന്ത്രിയാണ്. 3 പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും ആര് തന്നെയായിരിക്കണം? പ്രധാനമന്ത്രി ആയിരിക്കണം. ബഹിരാകാശ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? പ്രധാനമന്ത്രിയാണ്. അപ്പം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്? ക്യാബിനറ്റ് മന്ത്രിമാരെ നിയമിക്കുന്നത്. ക്യാബിനറ്റ് മന്ത്രിമാരുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? പ്രധാനമന്ത്രിയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും ആരാ? പ്രധാനമന്ത്രിയാണ്. ബഹിരാകാശ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും ആരാ? പ്രധാനമന്ത്രിയാണ്. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാ? പ്രധാനമന്ത്രി കേട്ടോ. രാഷ്ട്രപതി അല്ല. ആരാ? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ചാൻസലറായ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. ശരിയാണ്. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നത് ആരാ? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ ചുമതലകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 78 ആണ്. അപ്പൊ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാ? പിന്നെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ചാൻസലറായ സർവകലാശാലയാണ് ഇത്? വിശ്വഭാരതി സർവകലാശാല. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ ചുമതലകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 78. ആർട്ടിക്കിൾ 78. ഇനി ചുവടെ ചില മുൻ പ്രധാനമന്ത്രിമാരും അവയൊരു മുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിരുന്ന സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. അതായത് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ആര്? നമ്മുടെ നരേന്ദ്രമോദി അല്ലെ? അതേപോലെ മറ്റു പ്രധാനമന്ത്രിമാരെയും കൊടുത്തിട്ടുണ്ട്. അവരും എന്തായിരുന്നു? വേറെ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയൊക്കെയായിരുന്നു. അത് ശരിയായ രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ആരാ? മൊറാർജി ദേശായി അല്ലെ? മൊറാർജി ദേശായി എവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ബോംബെയിലെ മുഖ്യമന്ത്രിയായിരുന്നു ആര്? മൊറാർജി ദേശായി. ചരൺ സിംഗ് എവിടുത്തെയാ? ചരൺ സിംഗ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. HD ദേവഗൌഡ കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്നു. നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. മൊറാർജി ദേശായി എവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ബോംബെ പ്രവിശ്യയിലെ മുഖ്യമന്ത്രിയായിരുന്നു ആര്? മൊറാർജി ദേശായി. ചരൺ സിംഗ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. HD ദേവഗൌഡ പിന്നെ കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്നു. നരേന്ദ്രമോദി ആണെങ്കിൽ ഗുജറാത്തിന്റെയും മുഖ്യമന്ത്രിയായിരുന്നു. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പ്രധാനമന്ത്രി തലവനായിട്ടുള്ള സമിതികൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. പ്രധാനമന്ത്രി തലവനായിട്ടുള്ള സമിതികൾ ഏതൊക്കെയാ? ദേശീയ ഇന്റഗ്രേഷൻ സമിതി, ഈ ദേശീയ ജലസ്രോതസ് സമിതി, ദേശീയ വികസന സമിതി, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഇതൊക്കെ എന്താണ്? പ്രധാനമന്ത്രി തലവനായിട്ടുള്ള സമിതികളാണ്. പഠിച്ചു വെച്ചോ. ദേശീയ ഇന്റഗ്രേഷൻ സമിതി, ദേശീയ ജലസ്രോതസ് സമിതി, ദേശീയ വികസന സമിതി, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന വസ്തുതകൾ അല്ലാത്തവ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന വസ്തുതകൾ അല്ലാത്തത് ഏതൊക്കെയാന്ന് കണ്ടെത്തുക. 1. മന്ത്രിമാരുടെ സമിതി. പിന്നെ മിനിസ്റ്റർ കൗൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. കൂട്ടുത്തരവാദിത്തം നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. മന്ത്രിമാരുടെ രാജിയെക്കുറിച്ച് എവിടെ പറയുന്നില്ല? നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. ഇന്ത്യൻ ഉപപ്രധാനമന്ത്രിയെ പറ്റിയിട്ട് എവിടെ പറയുന്നില്ല? നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല കേട്ടോ. 3ഉം 4ഉം എന്തില്ല? ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നില്ല. മന്ത്രിമാരുടെ സമിതിയെക്കുറിച്ചും കൂട്ടുത്തരവാദിത്തത്തെക്കുറിച്ചൊക്കെ എവിടെ പറയുന്നുണ്ട്? ഭരണഘടനയിൽ പറയുന്നുണ്ട്. പക്ഷേ മന്ത്രിമാരുടെ രാജിയെക്കുറിച്ച് പറയുന്നില്ല. ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയെക്കുറിച്ച് എന്ത് പറയുന്നില്ല? പിന്നെ ഭരണഘടനയിൽ പറയുന്നില്ല. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആരാ? പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും ഉന്നതനായ നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ. ആണോ? അറ്റോർണി ജനറൽ അല്ലെ? ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും ഉന്നതമായ നിയമ ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ ആരാ? അറ്റോർണി ജനറൽ ആണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാ? പ്രധാനമന്ത്രി അല്ല. ആരാ? രാഷ്ട്രപതിയാണ്. സോറി, ഇപ്പൊ തെറ്റല്ലേ? ആണിക്കല്ല് ശരിയാണ്.
ഇത് അറ്റോർണി ജനറൽ, പ്രധാനമന്ത്രിയിൽ ഇതും ശരിയാണ്. പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ഡി ഫാക്ടോ എന്നും അറിയപ്പെടുന്നുണ്ട്. ശരിയാട്ടോ. അപ്പൊ പഠിച്ചു വെച്ചോ. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കൽ എന്ന് അറിയപ്പെടുന്ന ആരാ? പ്രധാനമന്ത്രിയാണ്. അതുപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആരാ? രാഷ്ട്രപതിയാണ്. ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ ആരാ? അറ്റോർണി ജനറൽ ആണ്. പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? ഡി ഫാക്ടോ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. കേന്ദ്ര മന്ത്രിസഭ കൂടാതെ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല അല്ലെ? കേന്ദ്ര മന്ത്രിസഭ കൂടാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. സോളിസിറ്റർ ജനറൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനാണ്. നമ്മൾ പറഞ്ഞു ആരാവൂ? അറ്റോർണി ജനറൽ ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ. പ്രധാനമന്ത്രിയുടെ അഭാവത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് മാത്രമേ കേന്ദ്രമന്ത്രിമാരുടെ അടിയന്തര പ്രാധാന്യമുള്ള സമ്മേളനങ്ങൾ അധ്യക്ഷനാവും. അങ്ങനെയൊന്നുമില്ല, നോക്കിയിരിക്കത്തേ ഉള്ളൂ അല്ലെ? അങ്ങനെയൊന്നും പറ്റൂല. പ്രധാനമന്ത്രി തന്നെ വേണം. പ്രധാനമന്ത്രിയുടെ അഭാവത്തിൽ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏത് മാത്രമേ ശരിയുള്ളൂ? ഒന്നാമത്തെ പ്രസ്താവന മാത്രമേ ശരിയുള്ളൂ. കേന്ദ്ര മന്ത്രിസഭ കൂടാതെ എന്ത് ചെയ്യാൻ പറ്റൂല? രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ആരാ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ? നമ്മൾ പറഞ്ഞു അറ്റോർണി ജനറൽ ആണ്. ഇനി ആർട്ടിക്കിൾ 74 പ്രകാരം മന്ത്രിമാർ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നൽകുന്ന ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആർട്ടിക്കിൾ 74 പ്രകാരം മന്ത്രിമാര് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നൽകുന്ന ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. അപ്പൊ ശരിയായത് വേണം അല്ലെ? ഇതിനെ പറ്റിയിട്ട് മന്ത്രിമാർ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നൽകുന്ന ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോടതിയിലും വിവരം തേടാൻ സാധിക്കില്ല. ശരിയാണോ? ഒരു കോടതിയിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റൂല? വിവരം തേടാൻ സാധിക്കില്ല. ശരിയാണ്. ഇനി ഇതിനെപ്പറ്റി സുപ്രീം കോടതിയിൽ വിവരം തേടാൻ സാധിക്കും. ഒരു കോടതിയിലും പറ്റൂല എന്ന് പറഞ്ഞാൽ ഇത് തെറ്റി. ഇനി അതിനെന്താ? ഇതിനെപ്പറ്റി എല്ലാ കോടതിയിലും വിവരം തേടാൻ സാധിക്കും എന്ന് പറഞ്ഞാലും തെറ്റി. ഹൈക്കോടതിയിൽ വിവരം തേടാൻ ആരായാൻ കഴിയില്ല എന്നുള്ളതും തെറ്റി. ശരിക്കും നാലാമത്തെ പ്രസ്താവന ശരിയായിട്ട് എടുക്കാം. കാരണം ഹൈക്കോടതികൾ വിവരം ആരായാൻ കഴിയില്ല. പക്ഷെ ഓപ്ഷൻ പ്രകാരം നമ്മൾ ഒന്ന് മാത്രം നമ്മൾ ശരിയായ പ്രസ്താവനയല്ലേ പറഞ്ഞത്. അപ്പോൾ ഓപ്ഷനിൽ ഏതേ ഉള്ളൂ? ഓപ്ഷൻ ഓരോന്ന് മാത്രമേ ശരി നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് മാത്രമേ ശരിയുള്ളൂ. ഈ ലാസ്റ്റത്തെ പ്രസ്താവന ഇങ്ങനെ നമുക്ക് PSCക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1ഉം 4ഉം പിന്നെ ശരിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എഴുതണം. പക്ഷെ ഇവിടെ എന്തില്ല? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ ബി മാത്രം 1 എന്നുള്ളത് മാത്രം എടുക്കണം കേട്ടോ. അതായത് ഒരു കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വിവരം തേടാൻ സാധിക്കില്ല. ഇനി 35ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ഭരണഘടനാ അനുച്ഛേദങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ആർട്ടിക്കിൾ 74. എന്താ ആർട്ടിക്കിൾ 74 പറയുന്നത്? കേന്ദ്ര മന്ത്രിസഭയെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 74. ഇനി ആർട്ടിക്കിൾ 75 എന്താ? പ്രധാനമന്ത്രിയുടെ നിയമനമാണ് ആർട്ടിക്കിൾ 75. ആർട്ടിക്കിൾ 76 ആണെങ്കിൽ എന്താ? അറ്റോർണി ജനറൽ. പിന്നെ ആർട്ടിക്കിൾ 78 പ്രധാനമന്ത്രിയുടെ ചുമതലകൾ. പഠിച്ചു വെക്കാം. ആർട്ടിക്കിൾ പഠിച്ച 74 കേന്ദ്ര മന്ത്രിസഭ. 74 കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ച് പറയുന്നു. 75 ആണെങ്കിൽ പ്രധാനമന്ത്രിയുടെ നിയമനമാണ്. 76 അറ്റോർണി ജനറൽ. 78 ആണെങ്കിൽ ഏതാ? പ്രധാനമന്ത്രിയുടെ ചുമതലകളാണ്. ഇനി തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തണം. തെറ്റാണ് വേണ്ടത്. തെറ്റ്. ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണത്തിന്റെ അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ആർട്ടിക്കിൾ 75 പ്രകാരം ഇന്ത്യൻ ഭരണഘടന മന്ത്രിമാരുടെ കൂട്ടുത്തരവാദിത്തം സംരക്ഷിക്കപ്പെടുന്നു. ആർട്ടിക്കിൾ 75 പ്രകാരം ഇന്ത്യൻ ഭരണഘടന മന്ത്രിമാരുടെ കൂട്ടുത്തരവാദിത്തം സംരക്ഷിക്കപ്പെടുന്നു. ശരിയാണ്. മന്ത്രിമാരുടെ പ്രവർത്തനം ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരമാണ്. മന്ത്രിമാരുടെ പ്രവർത്തനം ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരമാണ്. അത് തെറ്റാട്ടോ. മന്ത്രിസഭയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും മന്ത്രിമാരെങ്ങനെയായിരിക്കണമെന്നത് പ്രവർത്തനം എവിടെ പറയുന്നില്ല? ഭരണഘടനയിൽ പറയുന്നില്ല. ഇനി രാജ്യസഭയിൽ ഏതൊരു അംഗത്തിനും മന്ത്രിയാകാൻ തടസ്സമില്ല. ശരിയാണ്. രാജ്യസഭയിൽ നിന്നോ ലോക്സഭയിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കേന്ദ്രമന്ത്രിയാകാൻ സാധിക്കും അല്ലേ? അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതേ ഉള്ളൂ? 3 മാത്രമായതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? രാഷ്ട്രപതി നിക്ഷിപ്തമാണ്. ആർട്ടിക്കിൾ 75 പ്രകാരം ഇന്ത്യൻ ഭരണഘടന മന്ത്രിമാരുടെ കൂട്ടുത്തരവാദിത്തത്തെ സംരക്ഷിക്കുന്നുണ്ട്. മന്ത്രിമാരുടെ പ്രവർത്തനം ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം എടുത്തു പറയുന്നില്ലല്ലോ മന്ത്രിമാർ ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്ത് പറയുന്നുണ്ട്? പിന്നെ മന്ത്രിസഭയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മന്ത്രിമാരുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നില്ല. രാജ്യസഭയിലെ ഏതൊരു അംഗത്തിനും എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മന്ത്രിയാവുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ലോക്സഭയിൽ നിന്നോ രാജ്യസഭയിൽ നിന്നോ ഏതെങ്കിലും ഒരു MP ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കേന്ദ്രമന്ത്രിയാകാൻ സാധിക്കും. 37ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയെ പറ്റി ചില വസ്തുതകൾ നൽകിയിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ
ഏതൊക്കെയാണ് തെരഞ്ഞെടുക്കുക? ഒന്നെന്താ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയെ നിയമിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയെ നിയമിച്ചത് ആരാ? മൗണ്ട് ബാറ്റൻ പ്രഭു. ശരിയാണ്. ആദ്യത്തെ മന്ത്രിസഭയുടെ കാലാവധി 1950 ജനുവരി 26 വരെയായിരുന്നു. 1950 ജനുവരി 26 വരെയായിരുന്നു ആദ്യത്തെ മന്ത്രിസഭയുടെ കാലാവധി. ഈ മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. ആണോ? തെറ്റാണ്. വിദേശകാര്യമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി അംഗമായിരുന്നു ഡോക്ടർ ജോൺ മത്തായി. ആണോ? അത് ശരിയല്ലേ? ആദ്യത്തെ മലയാളി അംഗമായിരുന്നു ആര്? ജോൺ മത്തായി. ശരിയാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയെ നിയമിച്ചത് ആരാ? മൗണ്ട് ബാറ്റൻ ആയിരുന്നു. ആദ്യത്തെ മന്ത്രിസഭയുടെ കാലാവധി എന്ന് പറയുന്നത് 1950 ജനുവരി 26 വരെയായിരുന്നു. ആദ്യത്തെ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പിന്നെ മന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി അംഗമാണെന്ന് ചോദിച്ചാൽ ആരാ? ഡോക്ടർ ജോൺ മത്തായി ആണ്. തന്നിരിക്കുന്നവയിൽ നിന്നും ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭാംഗങ്ങളെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ആദ്യത്തെ മന്ത്രിസഭയും കൊടുത്തിട്ടുണ്ട്. അവരെ വകുപ്പുകളൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കാം. ഒന്നാമത്തെ എന്താ? BR അംബേദ്കർ ആരായിരിക്കും? നിയമവകുപ്പായിരിക്കും കൈകാര്യം ചെയ്യില്ല. BR അംബേദ്കർ നിയമമായിരുന്നു. ഷൺമുഖൻ ചെട്ടി ആണെങ്കിൽ ഏതാ? ഷൺമുഖൻ ചെട്ടി അറിയായിരിക്കുമല്ലോ. ഏതായിരുന്നു? ഓപ്ഷൻ ഏതാ? ധനകാര്യം അല്ലെ? ഷൺമുഖൻ ചെട്ടി ധനകാര്യം. ജഗ്ജീവൻ റാം ആണെങ്കിൽ തൊഴിൽ വകുപ്പായിരുന്നു. CH ബാബ ആണെങ്കിൽ ഏതാ? വാണിജ്യം. കേട്ടോ. അംബേദ്കർ നിയമവകുപ്പ്, ഷൺമുഖൻ ചെട്ടി ധനകാര്യം, ജഗ്ജീവൻ റാം തൊഴില്, CH ബാബയാണെങ്കിൽ ഏതാ? വാണിജ്യവുമാണ്. തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കേന്ദ്രമന്ത്രിമാരുടെ അവരുടെ റാങ്ക് അനുസരിച്ചിട്ട് 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 2, ഒരു മന്ത്രി ഏത് സഭയിൽ വേണമെങ്കിലും അംഗമാകുന്നതിന് തടസ്സമില്ല. പാർലമെന്റിന്റെ ഇരു സഭകളിലും അംഗമല്ലാതിരുന്ന ഒരാൾക്ക് മന്ത്രിയാകാൻ സാധിക്കും, പക്ഷെ 9 മാസം വരെ മാത്രം. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള വസ്തുതകളെന്ന് കണ്ടുപിടിക്കണം അല്ലെ? ഒന്നാമത്തെ എന്താ? കേന്ദ്രമന്ത്രിമാരെ അവരുടെ റാങ്ക് അനുസരിച്ചിട്ട് 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണ്. ഏതൊക്കെയാ? 3 ആയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാ അത്? 1 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, 2 സഹമന്ത്രിമാർ, 3 ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. കേട്ടോ. കേന്ദ്രമന്ത്രിമാരെ അവർ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലാണ് ആര്? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. നമ്മളെ മോദി, നിർമ്മല സീതാരാമൻ, അമിത്ഷാ, അവരൊക്കെ ഏതാ? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാ. അതിന് തൊട്ട് താഴെയാണ് ഏത്? സഹമന്ത്രിമാര്. അതിനും താഴെയാണ് ഏത്? ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. 2, ഒരു മന്ത്രി ഏത് സഭയിൽ വേണമെങ്കിലും അംഗമാകുന്നതിന് തടസ്സമില്ല. ശരിയാണ്. നമ്മൾ പറഞ്ഞു രാജ്യസഭയിൽ നിന്നോ ലോക്സഭയിൽ നിന്നോ എവിടുന്ന് വേണമെങ്കിലും എന്താ മന്ത്രിയാകാൻ കഴിയും. നമ്മുടെ ജോർജ് കുര്യൻ ഉള്ളത് നിലവിലെ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മലയാളിയാണ് ആര്? ജോർജ് കുര്യൻ. അവരെവിടുന്ന? രാജ്യസഭയിൽ അംഗമായിട്ടാണ് മന്ത്രിയായിരിക്കുന്നത്. പിന്നെ പാർലമെന്റിന്റെ ഇരു സഭകളിലും അംഗമല്ലാതിരുന്ന ഒരാൾക്ക് മന്ത്രിയാകാൻ സാധിക്കും, പക്ഷേ 9 മാസം വരെ സമയം. തെറ്റാണ്. എത്രയാ? 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പാർലമെന്റിൽ അംഗമായിരിക്കണം. ഈ 40ാമത്തെ ചോദ്യം, ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കുന്നത് എവിടെയാണ്? ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കുന്നത് എവിടെയാ? ലോക്സഭയിലും തുടക്കം കുറിക്കാം, രാജ്യസഭയിലും തുടക്കം കുറിക്കാം. ഭരണഘടനാ ഭേദഗതിക്ക് ലോക്സഭയിലും തുടക്കം കുറിക്കാം, രാജ്യസഭയിലും തുടക്കം കുറിക്കാം. ഇനി മൗലിക കടമകളെ കുറിച്ച് നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. മൗലിക കടമകളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. മൗലിക കടമകളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്. ഒന്നാമത്തെ എന്താ? ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. ശരിയാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. ആണല്ലോ. ശരിയാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഒരു മൗലിക കടമയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയൂല. നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയത്തില്ലടേ അല്ലേ? അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ 11 മൗലിക കടമകളുണ്ട്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റൂല? സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല? കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. 42ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന മൗലിക അവകാശങ്ങൾ അവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ചേരുംപടി ചേർക്കുക. ഇത് കുറച്ച് നോക്കാം നമുക്ക്. സമത്വത്തിനുള്ള അവകാശം ഏതാ? സമത്വത്തിനുള്ള അവകാശം നമ്മുടെ മൗലിക അവകാശമാണ്. ഇത് PDF ഉണ്ടാകുന്ന സമയത്ത് മിക്സ് ആയിപ്പോയി. ഓക്കെ. സമത്വത്തിനുള്ള അവകാശം ഏതാ? 14 മുതൽ 18 വരെ അല്ലേ? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ഇത് സമത്വത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിൽ ഏതാ? ഇത് നേരെ തന്നെ കേട്ടോ. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഏതാ? 23 മുതൽ 24 വരെ.
ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിൽ ഏതാ? ചൂഷണത്തിനുള്ള അവകാശം ഇതാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാ? 25 മുതൽ 28 വരെയാണ്. അല്ലെ, എങ്ങനെയല്ലേ വരിക? ഓക്കെ, അപ്പോൾ പഠിച്ചു വെച്ചോ. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഇനി വിവരാവകാശവുമായി ബന്ധപ്പെട്ട് പൊതുകാര്യങ്ങളെ സംബന്ധിക്കുന്ന ആധികാരിക വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? 1. അഴിമതി നിർമ്മാർജ്ജനം. 2. ജനാധിപത്യത്തിന്റെ സുതാര്യത. 3. രാജ്യത്തെ സംബന്ധിച്ച് രഹസ്യ വിവരങ്ങൾ ലഭ്യമാക്കുക. വിവരാവകാശവുമായി ബന്ധപ്പെട്ടിട്ട് പൊതുകാര്യങ്ങളെ സംബന്ധിക്കുന്ന ആധികാരിക വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതിന്റെ ഉദ്ദേശ ലക്ഷ്യം 1. അഴിമതി നിർമ്മാർജ്ജനം തന്നെയാണ്. ജനാധിപത്യത്തിന്റെ സുതാര്യതയാണ്. രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് തെറ്റാണ്. ലഭ്യമാക്കാൻ പറ്റൂല. 44ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് കണ്ടെത്തണം. ഓക്കെ. 1. ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരമാണ് കമ്മ്യൂണൽ അവാർഡ്. ശരിയാണ്. ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യത്തെ പരിഷ്കാരമാണ് ഇത്, കമ്മ്യൂണൽ അവാർഡ്. 1932 ഓഗസ്റ്റ് 16-നാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. 1932 ഓഗസ്റ്റ് 16-നാണ് എന്ത് ചെയ്തത്? കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. കമ്മ്യൂണൽ അവാർഡിനെ അനുകൂലിച്ചിരുന്നു ആര്? ഗാന്ധിജി. തെറ്റാട്ടോ. കമ്മ്യൂണൽ അവാർഡിനെ എതിർത്തിരുന്നു ആര്? ഗാന്ധിജി. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? റാംസെ മക്ഡൊണാൾഡ്. അതെന്താണ്? ശരിയാണ്. അപ്പൊ 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകള്. അപ്പൊ പഠിച്ചു നോക്കുക. ഇന്ത്യയിലെ പിന്നാക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തി ആദ്യത്തെ ഭരണപരിഷ്കാരം ചോദിച്ചാൽ ഇതാ കമ്മ്യൂണൽ അവാർഡാണ്. 1932 ഓഗസ്റ്റ് 16-നാണ് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ഗാന്ധിജി കമ്മ്യൂണൽ അവാർഡിനെ എതിർത്തിരുന്നു. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ് ആണ്. 45ാമത്തെ ചോദ്യം, ചുവടെ പറയുന്നതിൽ പാർലമെന്ററി കമ്മിറ്റിയിലാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് പാർലമെന്ററി കമ്മിറ്റിയിലാണ് രാജ്യസഭാ അംഗങ്ങൾ ഉൾപ്പെടാത്തത്? തന്നിരിക്കുന്ന കമ്മിറ്റികളിൽ ഏതിലാണ് രാജ്യസഭയിലെ അംഗങ്ങൾ ഉൾപ്പെടാത്ത കമ്മിറ്റി ഏതാ? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ രാജ്യസഭയിൽ അംഗങ്ങൾ ഉണ്ടാവും. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ ആരുണ്ടാവില്ല? രാജ്യസഭയിൽ അംഗങ്ങൾ ഉണ്ടാവില്ല. കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സിൽ രാജ്യസഭയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഇല്ലാത്തത് ഏതാ? എസ്റ്റിമേറ്റ് കമ്മിറ്റി കേട്ടോ. തന്നിരിക്കുന്നതിൽ രാജ്യസഭാ അംഗങ്ങൾ ഉൾപ്പെടാത്ത കമ്മിറ്റി ചോദിച്ചാൽ ഏതാ? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഇനി ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാന്ന് കണ്ടെത്തുക. സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? മധ്യപ്രദേശ്. ആണോടെ? ശരിയാട്ടോ. ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശാണ്. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1-നാണ്. 2012 നവംബർ 1-നാണ് കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വരുന്നത്. ഭക്ഷ്യസുരക്ഷാ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് 2013 സെപ്റ്റംബർ 12-നാണ്. ഭക്ഷ്യസുരക്ഷാ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് എന്ന 2013 സെപ്റ്റംബർ 12-ന് തന്നെയാണ്. അപ്പൊ 3 പ്രസ്താവന എന്താണ്? ശരിയാട്ടോ. സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശാണ്. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1-നാണ്. ഭക്ഷ്യസുരക്ഷാ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് എന്ന 2013 സെപ്റ്റംബർ 12-നാണ്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് കണ്ടെത്തണം. 1. പ്രിവി പേഴ്സ് രാജകീയ ഭണ്ഡാരം നിർത്തലാക്കിയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ശരിയാണ്. വർഷം 1971. അപ്പോൾ പ്രിവി പേഴ്സ് നിർത്തലാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ഇന്ദിരാഗാന്ധി. 26-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. ശരിയാണ്. 26-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. 20 കർമ്മ പരിപാടി ആവിഷ്കരിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. അപ്പൊ 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പൊ പഠിച്ചു നോക്കുക. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. വർഷം 1971. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ? 26-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഇനി 20 കർമ്മ പരിപാടി ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാ? ഇന്ദിരാഗാന്ധിയാണ്. ഇനി 48ാമത്തെ ചോദ്യമാണ്. തന്നിരിക്കുന്നവയിൽ നിന്ന് 1986-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശരിയായ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1986-ലെ വിദ്യാഭ്യാസ നയത്തിന്റെ ശരിയായ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ്? 1. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുക. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുക. ശരിയാണ്.
പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കുക. ഇതെന്തായിരുന്നു? 1986 വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ശരിയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുക. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക. ഇതൊക്കെ എന്താണ്? 1986 വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ എല്ലാം പഠിച്ചു വെക്കണേ. ഇത് എന്തൊക്കെയത്? പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുക, പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കുക, ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുക, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക. 49ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിലെ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. തെറ്റല്ലേ? ഒന്നാമത്തെ എന്താ? ഇന്ത്യയിൽ ആദ്യമായിട്ട് പാർലമെന്റ് സംയുക്ത സമ്മേളനം നടന്നത് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ്. ആണോ? ശരിയാണ്. 1961 അല്ലേ ഇന്ത്യയിൽ ആദ്യമായിട്ട് പാർലമെന്റ് സംയുക്ത സമ്മേളനം നടന്നത് ഏതിനാ? സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് സ്ഥാപിച്ച വർഷം 1953. ശരിയാണ്. ഇന്ത്യയിൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് സ്ഥാപിച്ച വർഷം 1953. ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് 16 വയസ്സിൽ താഴെയുള്ളവരാണ്. ആണോ? വയസ്സ് ശരിയാണോ? ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് 14 അല്ലേ? 14 വയസ്സിൽ താഴെയുള്ളവർ അല്ലെ? 14 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്, 3 എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് വർഷവും കൊടുത്തിട്ടുണ്ട്, സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഒന്നാമത്തെ എന്താ? ഹിന്ദു മാരേജ് ആക്ട് ഏതാ വർഷം? ഹിന്ദു മാരേജ് ആക്ട് 1955 ഗാർഹിക പീഡന നിരോധന നിയമം 2005 സ്ത്രീധന നിരോധന നിയമം 1961, സ്ത്രീകളെ അശ്ലീലമായിട്ട് ചിത്രീകരിക്കുന്നത് തടയുന്ന നിയമം 1986. അപ്പൊ ഹിന്ദു മാരേജ് ആക്ട് 1955, ഗാർഹിക പീഡന നിരോധന നിയമം 2005, സ്ത്രീധന നിരോധന നിയമം 1961, സ്ത്രീകളെ അശ്ലീലമായിട്ട് ചിത്രീകരിക്കുന്നതാണെങ്കിൽ ഏതാ? 1986. അപ്പോൾ ഇത്രയാണ് 50 ക്വസ്റ്റ്യൻസ് കേട്ടോ.